ബേസിക്കലി നമ്മുടെ ക്യാരക്ടർ എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ യു ഷുഡ് നോ ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഷുഡ് ബി ഓൺ ദ മെയിൻ പോസ്റ്റേഴ്സ് ഓർ നോട്ട്. ഞാനിപ്പോ ഈ ക്യാരക്ടർ സെലക്ട് ചെയ്തത് ഇസ് നോട്ട് ഫോർ മീ ടു കം ഇൻ ഫ്രണ്ട് ലൈക്ക് ഇത് എന്റെ സിനിമയാന്ന് ക്ലെയിം ചെയ്യാൻ, അങ്ങനത്തെ ഒരു ഇതിലല്ല ഞാൻ ഈ ക്യാരക്ടറോ ഇതോ ചെയ്യുന്നത്. അപ്പം എനിക്കറിയാം എന്റെ ക്യാരക്ടർ എന്താണ് ആ സിനിമയിൽ എന്നുള്ളത്. ആൻഡ് അത് ഇപ്പൊ ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്, ഒന്നാമത്തേന് വർഷ എന്ന് പറഞ്ഞ ഡയറക്ടറിന് ക്ലാരിറ്റിയാണ്. വർഷയ്ക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എന്നെ എന്തിനാ വിളിക്കുന്നതെന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഞാൻ എന്തിനാണ് ഈ പടം കമ്മിറ്റ് ചെയ്തതെന്നുള്ളത്. സോ ദാറ്റ് ആസ് ലോങ് as ദാറ്റ് ക്ലാരിറ്റി ഈസ് ദെയർ, ഐ എം മോർ ദൻ ഹാപ്പി ടു ഡു എ ഫിലിം. അത് ഈ ചിന്ന ചിന്നാസ എന്ന് പറയുമ്പം എനിക്ക് ഫസ്റ്റ് നറേഷനിൽ തന്നെ ഞാൻ യെസ് പറഞ്ഞൊരു സിനിമയാണ്. ഒന്ന് of course the dance Kathak, it attracted me. It is something that I've never done before. എന്നെ ഒരുപാട് പേർക്ക്, എന്നെ അടുത്തറിയുന്ന ഒരുപാട് പേര് പോലും എന്നെ ഇങ്ങനത്തെ ഒരു ഇതിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു രൂപത്തില്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. ബിക്കോസ് ഞാൻ തുടങ്ങിയത് ഡാൻസിലാണ്. എൻ്റെ ലൈഫില് ഡാൻസ് പഠിച്ച് അത് എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഭയങ്കര കംപ്ലൈന്റ്, ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അമ്മ അത് ആദ്യം ഡാൻസ് കണ്ടപ്പോൾ പറഞ്ഞു ഭയങ്കര ഇമോഷണലായി, ഭയങ്കര. സോ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത ഒരു കാര്യം ഈ സിനിമയിൽ. പിന്നെ ഇതിന്റെ ക്യാരക്ടറും, ഞാൻ ഇന്ദ്രൻ സാറിന്റെ മോളായിട്ട്, പുള്ളിയുടെ മോളാണ് ഞാൻ. അപ്പം ആ ക്യാരക്ടർ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ പ്ലേസ്മെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. സോ ദോസ് ആർ ദ ഫാക്ടേഴ്സ് ദറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സിനിമ എടുക്കുമ്പോൾ അട്രാക്ഷൻ തോന്നും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഹീറോ ഇതെല്ലാം നമ്മളിടുന്ന ലേബിൾസ് ആണ്. ബേസിക്കലി എല്ലാവരും ക്യാരക്ടേഴ്സ് ആയിട്ട് അഭിനയിക്കുക, അല്ലെങ്കിൽ ഇതൊരു കുറച്ച് വെയിറ്റേജ് ഉണ്ടാവും. ഇപ്പൊ പ്രോട്ടോഗണിസ്റ്റ് ആന്റോഗണിസ്റ്റ് പറയുന്ന പോലെ ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ. ബട്ട് മോർ ദൻ ദാറ്റ് കുറെ കാര്യങ്ങൾ നമ്മളായിട്ട് കൊടുക്കുന്ന കുറെ ലേബിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.